ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്ക് തുടക്കമായി രാവിലെ മുതൽ ഭക്തസഹസ്രങ്ങളാണ് ത്രിവേണി സംഗമഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇന്നു മുതൽ 45 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന കാലയളവിൽ 45 കോടിയിലധികം ഭക്തർ കുംഭമേള നഗരിയിലേക്ക് എത്തും. പൗർണമി സ്നാനത്തോടെ മഹാകുംഭമേളയ്ക്ക് തുടക്കമായി. ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഉച്ചവരെ 60 ലക്ഷത്തിലധികം ജനങ്ങൾ ത്രിവേണി സംഗമഭൂമിയിലെത്തി സ്നാനകർമ്മങ്ങൾ നിർവഹിച്ചു. മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ധാരാളം മലയാളികളും പ്രയാഗ്രാജിൽ എത്തുന്നുണ്ട്. പൂർണ്ണ കുംഭമേള എന്ന് പറയുന്നത് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്നതാണ്. ഇത് മഹാകുംഭമേളയാണ്. 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളയാണ്. ലക്ഷക്കണക്കിന് വന്നിരിക്കുന്നതായിട്ട് ഈ തണുപ്പിലും കോരിച്ചൊരിയുന്ന തണുപ്പിലും മഞ്ഞ് പെയ്യുന്ന ഈ പുലർകാല വേളയിലും ജനങ്ങൾ ആർത്തുല്ലസിച്ച് സന്തോഷഭരിതരായി ആനന്ദഭരിതരായി ശാന്തമായി സന്തോഷത്തോടു കൂടിയിട്ട് ആത്മീയ ഉന്നതിക്ക് വേണ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. ശംഭോ മഹാദേവ ഹര ഹര മഹാദേവ്. ഭക്തർക്കായി മികച്ച സൗകര്യങ്ങളാണ് ഉത്തർപ്രദേശ് സർക്കാർ കുംഭമേള നഗരിയിൽ ഒരുക്കിയിട്ടുള്ളത്. ശബരിമലയിൽ വരുന്ന ജനങ്ങളുടെ 10 ഇരട്ടി 100 ഇരട്ടിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റ ദിവസം. അപ്പോൾ അതും ഇതും വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ അവിടെ കുടിക്കാൻ വെള്ളമില്ലാതെ മയങ്ങി വീഴുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റിൻ്റെ സൗകര്യമില്ലായ്മ, അങ്ങ് അനേകം അസൗകര്യങ്ങൾ അവിടെ പേപ്പറിലും മറ്റു മാധ്യമങ്ങളിൽ കൂടിയും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവർക്കും എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് ഈ UP സർക്കാർ ഇതിനുള്ളതായിട്ടുള്ള ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്, അതിനുള്ള പരിപൂർണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ആരോടും ഒരു പരാതിയില്ലാത്ത അവസ്ഥയാണ്. എല്ലാവർക്കും ഒരു സന്തോഷമായിരിക്കുന്ന, ആനന്ദമായിരിക്കുന്ന, സച്ചിദാനന്ദമായിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എല്ലാവരുടെ മുഖത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മകരസംക്രാന്തി ദിനമായ നാളെ ഷാഹി സ്നാൻ എന്ന രാജകീയ സ്നാന മുഹൂർത്തമാണ്. പുലർച്ചെ മുതൽ സന്യാസി ശ്രേഷ്ഠന്മാർ ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തും. ഫെബ്രുവരി 26 ശിവരാത്രി ദിനത്തിൽ മഹാകുംഭമേളയ്ക്ക് കൊടിയിറങ്ങും. ജനം, പ്രയാഗ്രാജ്.